നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം പ്രസവാനന്തരം പെട്ടെന്ന് മെലിയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ രീതിയിൽ വളരെ സ്ലിമ്മായിട്ടുള്ള പല സ്ത്രീകളും പ്രസവത്തിന് ശേഷം ഒരു 2-3 മാസത്തെ പ്രസവാനന്തര ശുശ്രൂഷ രീതിക്ക് ശേഷം പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ 2-3 മാസം കൊണ്ട് പൊണ്ണത്തടിയിലേക്ക് മാറുന്ന പലരും വിചാരിക്കുന്നത് ഇനി ഒരിക്കലും എനിക്ക് മെലിയാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അത് ജീവിതത്തിൽ കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇതൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് മെലിയാൻ സാധിക്കും. ഇതിൽ 8ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ഇങ്ങനെ വെയിറ്റ് ലോസിനെ കുറിച്ച് മാത്രം ഫോളോ ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ആക്റ്റീവാക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രശ്നം എന്താണ്? കേരളത്തിലെ പൊതുവായ സിസ്റ്റം പ്രസവത്തിന് ശേഷം സ്ത്രീകൾ ഒന്നിച്ച് പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ്, പിന്നെ മെലിയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ഗിവ് യുവർ ബോഡി ടൈം. അതായത് ഒരു പ്രസവം നടന്നിരിക്കുകയാണ്, ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഹോർമോണപരമായിട്ട് മാറ്റങ്ങളുണ്ട്, ശാരീരികമായിട്ട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആദ്യം ഉൾക്കൊള്ളുക. അതിനെന്ത് ചെയ്യുക, അത് ഘട്ടം ഘട്ടമായി അത് നല്ല നിലയിലേക്ക് വരുമെന്ന് അത് മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. മറ്റൊരു പോയിന്റാണ് സ്റ്റാർട്ട് വിത്ത് വാക്കിംഗ്. ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ 4 മാസം അനങ്ങാതെ കിടക്കണം എന്നല്ല അതിൻ്റെ സയൻസ്. പ്രസവിച്ച് കിടക്കേണ്ടത് ആദ്യത്തെ ഒരു 10-15 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കണം. ശരീരത്തിൽ കുറേ മുറിവുകളും കാര്യങ്ങളൊക്കെ മാറാനുള്ള സമയം കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വീടിൻ്റെ അകത്തെല്ലാം കൂടെ നടക്കുക, കയ്യും കാലം മെല്ലെ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. പിന്നെ ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യുക, വീടിൻ്റെ ചുറ്റും ഒരു 2-3-4 റൗണ്ട് ജസ്റ്റ് ഒന്ന് നടക്കുക. വെയിലൊക്കെ ആറിയതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ നടക്കുക. പിന്നെ കയ്യിൻ്റെ കാലം ചെറിയ രീതിയിൽ എക്സസൈസ് തുടങ്ങാം. ഘട്ടം വരുന്ന ചെറിയ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അല്ലാതെ 3 മാസം 4 മാസം ഫുൾ ടൈം അടഞ്ഞു കിടക്കുക എന്നതല്ല എൻ്റെ സയൻസ്. ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിലും നല്ല രീതിയിൽ എക്സസൈസ് തുടങ്ങാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സിസേറിയൻ ഓപ്പറേഷൻ ആണെങ്കിൽ ഏകദേശം ഒരു 6 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. 6 മാസത്തിന് ശേഷം വയറുമായി ബന്ധപ്പെട്ട വലിയ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടത് ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 3 മാസം റെസ്റ്റ് അല്ല, ചെറിയ രീതിയിൽ എക്സസൈസുകൾ ചെയ്ത് തുടങ്ങുക. പിന്നെ മറ്റൊന്നാണ് ഈറ്റ് ഹോം കുക്ക്ഡ് ഫുഡ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ പൊണ്ണത്തടി പ്രസവിച്ചതിന് ശേഷം പൊണ്ണത്തടിയിലേക്ക് മാറാനുള്ള പ്രധാന കാരണം പ്രസവാനന്തരം നമ്മുടെ നാടുകളിലെ ഭക്ഷണ രീതികളാണ്. ലേഹ്യങ്ങളും മരുന്നുകളും അരിഷ്ടങ്ങളും കൊടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക, തടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ്. ഒരു കാരണവശാലും ഇത്ര ഹെവി ഫുഡ് കഴിക്കരുത്. ശ്രദ്ധിക്കട്ടോ, ഹെവി ഫുഡ് ഒരു കാരണം, ഇതിൽ യാതൊരു ശാസ്ത്രീയതയില്ല. കാരണം ലോകത്തിൽ, കേരളത്തിൽ മാത്രമല്ലല്ലോ പ്രസവിക്കുന്നത്, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതൊരു സംഭവം തന്നെ. നമ്മുടെ നാട്ടിൽ വലിയൊരു സംഭവമാക്കി വെച്ചുക. 2-3 മാസം ഹെവി ഫുഡുകൾ, പിന്നെ ലേഹ്യങ്ങൾ, പിന്നെ അരിഷ്ടങ്ങൾ, കഷായങ്ങൾ, ഇതൊന്നും സംഭവം ഇല്ല. ഇതിലും ശാസ്ത്രീയത അല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് എന്താണോ ഭക്ഷണം കഴിച്ചത് ആ ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെ കുട്ടിക്ക് കുറച്ച് പാലിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ ഈ ഹെവി ഫുഡ് യാതൊരു ശാസ്ത്രീയതയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ അശാസ്ത്രീയമായിട്ടുള്ള ഫുഡുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് കഴിച്ച അതേ ഭക്ഷണ രീതികൾ കഴിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത്. മറ്റൊന്നാണ് ഈ ഇൻക്രീസ് പ്രോട്ടീൻ ഇൻടേക്ക്. അതായത് ഈ കൂടുതൽ നമ്മൾ തടിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം, അരി ഭക്ഷണങ്ങൾ ഒക്കെ ഉള്ളത്. ഇത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമൊന്നും നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ കഴിക്കാം, മറ്റേ മുട്ട കഴിക്കാം, പാല് കഴിക്കാം, തൈര് കഴിക്കാം, നട്ട്സ് കഴിക്കാം, പനീർ, അങ്ങനത്തെ എന്ത് ചെയ്യുക, അത് ഓവറായി കഴിക്കുക എന്നല്ല, അതൊക്കെ പാകത്തിന് കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പാകത്തിന് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അരി ഭക്ഷണം, ഗോതമ്പ്, ആട്ട, റവ, മൈദ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെഡ്യൂസ് ഷുഗർ ആൻഡ് വൈറ്റ് റൈസ്. അതായത് ഈ പഞ്ചസാരൻ്റെ ഉപയോഗം കുറക്കുക. അതായത് നമ്മുടെ നാട്ടിലെ ഈ പൊണ്ണത്തടീൻ്റെ പ്രധാന കാരണമുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാരൻ്റെ ഉപയോഗം കുറക്കല, കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് 1 മാസം കൊണ്ട് അവർ 100% പഞ്ചസാരയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി പല ട്രെയിനിങ്ങുകളും നമുക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എക്സസൈസ് ചെയ്യുന്ന എല്ലാ ആളുകളും 1 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും, പഞ്ചസാരൻ്റെ ഉപയോഗം 100% നിർത്താറുണ്ട്. അത് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിർബന്ധം നിങ്ങൾ ചെയ്യേണ്ടത്, പഞ്ചസാരൻ്റെ ഉപയോഗം ഘട്ടം വരെ ഒഴിവാക്കാൻ നോക്കുക. അത് കഴിയില്ല എന്ന് എന്ത് ചെയ്യുക, ഏതൊരു ട്രെയിനേഴ്സിനെ സഹായം നേടി പഞ്ചസാരൻ്റെ ഉപയോഗം നിർത്തുക. പിന്നെ വേണ്ടത് വൈറ്റ് റൈസ്. ഞാൻ പറഞ്ഞു ഏറ്റവും പൊണ്ണത്തടിയിലേക്ക് വരാനുള്ള മറ്റൊരു കാരണം വൈറ്റ് റൈസ്, അരി ഭക്ഷണമാണ്. ഇതൊക്കെ നമ്മൾ മലബാറിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഭക്ഷണ രീതി എങ്ങനെ, ഇപ്പോൾ ഒരു ദിവസം 4-5 തവണ, ഇപ്പോൾ രാവിലെ ചായ കടി, 10 മണിക്ക് കഞ്ഞി കുടിക്കുന്ന ആളുകളുണ്ട്, ഉച്ചക്ക് ചോറ്,
4 മണിക്ക് ചായ സ്നാക്സ്, രാത്രി വീണ്ടും ഹെവി ഫുഡ്, ഇതൊക്കെ അരി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ അരി ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഭക്ഷണ രീതിയിൽ കൃത്യമായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി പഠിപ്പിച്ച് തരുന്നുണ്ട്. മറ്റൊന്ന് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. വെള്ളം നല്ലവണ്ണം കഴിയുന്നത്ര ശുദ്ധജലം കുടിക്കണം. ഈ വെള്ളം പൊണ്ണത്തടി കുറയലും തമ്മിൽ കണക്റ്റഡാണ്. അതായത് നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ ഫിൽറ്റർ പ്രവർത്തനം നടക്കും. അങ്ങനത്തെ ഒരുപാട് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം നല്ലോണം കുടിക്കും. വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മെലിയാൻ സാധ്യത കുറവാണ്. അപ്പോൾ ബോധപൂർവ്വം ഒരു ദിവസം 3 ലിറ്റർ വെള്ളം പല സമയത്ത് പല ഘട്ടങ്ങളായിട്ട് കുടിക്കുക. അപ്പോൾ വെള്ളം കുടിച്ചാൽ മറ്റുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാലിൻ്റെ ഉപയോഗം കൂടുതൽ ആവശ്യം വരുമ്പോഴേക്കും കൂടുതൽ പാൽ ഉൽപ്പാദനം കൂടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ വെള്ളം ബോധപൂർവ്വം നല്ല രീതിയിൽ കുടിക്കുക. പിന്നെ വേണ്ടത് സ്ലീപ്പ്, ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങണം. പിന്നെ പ്രസവിച്ചിറങ്ങുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ പലതരത്തിലുള്ള കരച്ചിലും പ്രശ്നങ്ങളൊക്കെ വന്ന അമ്മമാരെ ഉറക്കം പ്രയാസപ്പെടുത്താൻ ഒരു ദിവസം ബോധപൂർവ്വം ഒരു 7 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉറങ്ങുക. സമയം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഈ സമയത്ത് ഉറങ്ങുന്നത് നല്ലത്. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹീലിംഗ് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബോധപൂർവ്വം ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കാരണം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അമ്മയുടെ ഹെൽത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ബി കൺസിസ്റ്റൻറ്റ് നോട്ട് പെർഫെക്റ്റ്. അതായത് എക്സസൈസ് ഞാൻ പറഞ്ഞു, എക്സസൈസ് ചെയ്ത് തുടങ്ങുക. പ്രസവിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. മെല്ലെ ഒരു 2-3 ആഴ്ച ചെറിയ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ഒരു 3 മാസം കഴിഞ്ഞാൽ വയറെന്തായാലും ചാടിയിട്ടുണ്ടാകും. കാരണം ഒരു കുട്ടി 8-9 മാസം കടന്നതാണ്. അതിൻ്റെ ഒരു ഗ്യാപ്പ് എങ്ങനെ വന്നാലും അത് ഉണ്ടായിരിക്കാം. അപ്പോൾ ബോധപൂർവ്വം നല്ല ശാസ്ത്രീയമായ പല ബെൽറ്റുകൾ ഉപയോഗിച്ച് എക്സസൈസുകൾ ചെയ്ത് തുടങ്ങുക. എക്സസൈസുകൾ സ്വന്തമായിട്ട് ചെയ്യാൻ പലർക്കും പ്രയാസമായിരിക്കും, പിന്നെ കൺസിസ്റ്റൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഓൺലൈൻ കോച്ചിൻ്റെ സഹായം തേടുക. അപ്പോൾ ഇന്ന് ആധുനിക കാലഘട്ടങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മൊബൈലിലൂടെ തന്നെ എന്ത് ചെയ്യുക, പല ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ എക്സസൈസിൻ്റെ പ്രത്യേകത എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, പല സ്റ്റെപ്പുകളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നല്ല, കൺസിസ്റ്റൻറ്റ് ചെയ്യുന്ന എക്സസൈസിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ സമയം നിങ്ങൾ കണ്ടെത്തുക. ഇത് ഞാൻ പറയുക, ഒരു പ്രസവം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു 3 മാസം ശേഷം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഒരു 6 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ പഴയ പടിയില്ലാതെ നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള അതേ ശാരീരികാവസ്ഥയിൽ 100% നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ശ്രദ്ധിക്കുക കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങളെ ശരീരം പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് എക്സസൈസിൻ്റെ റിസൾട്ട്. അതായത് എപ്പോഴെങ്കിലും ചെയ്യാന്നല്ല, ചെയ്യുന്ന എക്സസൈസുകൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എല്ലാ മാസവും ചെയ്യുക. 5-6 മാസം ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് അതിൽ വരും. പിന്നെ വേണ്ടത് സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്ട്രെസ് ഫ്രീ. സ്ട്രെസ്, മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ചില അമ്മമാർക്ക് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ സ്ട്രെസ് വരാറുണ്ട്. ഈ സ്ട്രെസ് വന്നാലും പണത്തടിയിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് വരാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മാനസിക ടെൻഷൻസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങളെ ഗൈനക്കോളജി ഡോക്ടറെ നിർബന്ധമായിട്ട് കാണുക. ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 1-2 ഗുളികകൾ ഒരു 1-2 ആഴ്ച കുടിച്ച് അത് റെഡിയാവുന്ന കേസുകളുള്ളത്. പിന്നെ വേണത് സ്റ്റേ പോസിറ്റീവ് ചിന്തിക്കുക, എല്ലാം നല്ലത് ചിന്തിക്കുക, നല്ലൊരു ഫാമിലി ലൈഫ് ചിന്തിക്കുക, മക്കളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക, ഒരു കുടുംബത്തെക്കുറിച്ച് നല്ല ഒരു പോസിറ്റീവ് ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് മെലിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെ നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പ് ത്രൂ ക്ലാസ് നൽകുന്നത്, അതിൽ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. പ്രത്യേകിച്ച് പ്രസവാനന്തരമുള്ള എക്സസൈസിനെ കുറിച്ച് പ്രത്യേക ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിലുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബെൽ ബട്ടൺ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.